ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഊംബിഖാന്റെ ഒരു വീഡിയോ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഊംബിഖാൻ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോമ്പറ്റന്റ് അതോറിറ്റിക്ക് ഒരു നിർദ്ദേശം കൊടുത്തു എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ഒരു തട്ടിപ്പ് കമ്പനി തുടങ്ങിയിട്ട് 4 വർഷം കഴിഞ്ഞിട്ട് പൂട്ടിക്കുന്നത് ശരിയായ പരിപാടിയല്ല. തട്ടിപ്പ് കമ്പനി തുടങ്ങാനേ പാടില്ല, തുടങ്ങുമ്പോൾ തന്നെ പൂട്ടിക്കണം എന്നാണ് പറയുന്നത്. എന്നാൽ മാത്രമേ നമ്മളെ പോലെയുള്ള പാവങ്ങൾ ഈ തട്ടിപ്പിൽ ചേർന്ന് പൈസ ഉണ്ടാക്കാതിരിക്കൂലു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു നിർദ്ദേശം കോമ്പറ്റന്റ് അതോറിറ്റിയെ കണ്ട് മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഒരു വെബ്സൈറ്റ് പറഞ്ഞിട്ട് ഇവരിങ്ങനെ അതിൻ്റെ പേരടിച്ചു നോക്കുമ്പോൾ തന്നെ ദിസ് ഈസ് ഇല്ലീഗൽ, ഇത് മണി ചെയിൻ ആണ്, ഇതിലിട്ടാൽ നിങ്ങളുടെ പണം പോകും എന്നിങ്ങനെ എഴുതി കാണിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണല്ലേ എടോ, ഇതൊക്കെ മനസ്സിലാക്കാൻ എനിക്ക് നീ ഒന്ന് ചോറന്നല്ലേ തോന്നുന്നുണ്ടായിരുന്നേ. ഇത് മറ്റുള്ളവൻ്റെ പൈസ മേടിച്ചിട്ടാണ് തരുന്നതെന്നും ഇത്രയും കാലം നീയൊക്കെ എത്ര പറഞ്ഞിട്ടായിരുന്നു. സൂപ്പർ മാർക്കറ്റുകളുടെ മറ്റേതുപോലെ എത്തിയിട്ടാണ് നീക്കൊക്കെ തരുന്നതെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നല്ലേ. അപ്പോൾ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റൊന്നും ഇല്ല. ഇപ്പോൾ ആരും അങ്ങനെ സൂപ്പർ മാർക്കറ്റിനെ പറ്റി പറയുന്നില്ല കേട്ടാ. അതുപോലെ പണ്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെന്തോ 198 രാജ്യങ്ങളിലും ഉണ്ട് എന്നൊക്കെ തള്ളിയിട്ടുണ്ടായിരുന്നു. ഇപ്പം 198 ഇല്ല, ഒരു രാജ്യത്തിൻ്റെ കണക്കും പറയുന്നില്ല. 198 രാജ്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നതൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പറയാത്തവരാരും ഇല്ല, എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം അതൊന്നും പറയുന്നില്ല. സൂപ്പർ മാർക്കറ്റുകളെ കുറിച്ച് പറയുന്നില്ല, മറ്റ് രാജ്യങ്ങളെക്കുറിച്ച് പറയുന്നില്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ട് എന്ന് പറയുന്നില്ല. ഇപ്പം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂട്ടുന്നത് വരെ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ്. അത് എല്ലാ തട്ടിപ്പും അങ്ങനെ തന്നെയാണ് അല്ലേ. നിങ്ങൾക്ക് പറ്റുന്ന 2 എക്സാമ്പിൾ ഞാൻ പറയാം. ഒന്ന്, ഒരു വേശ്യാലയത്തിൽ റെയ്ഡ് നടത്തിയിട്ട് അത് പൂട്ടിക്കുന്നവരെ അവിടെ സേവനം കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് വിചാരിച്ചിട്ട് ആ വേശ്യാലയം നടത്തിയവൻ വലിയ പുണ്യാളനോ അങ്ങനെയൊന്നും ആകുന്നില്ല. അതുപോലെ തന്നെയാണ് വേറെ ഒരു കഞ്ചാവ് വിൽപ്പന അല്ലെങ്കിൽ ഒരു വ്യാജ മദ്യ വിതരണ കേന്ദ്രം അത് പൂട്ടിക്കുന്നവരെ അവിടെ മദ്യം കൊടുത്തിട്ടുണ്ടാവും, കഞ്ചാവ് കൊടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അത് വലിയൊരു പുണ്യപ്രവൃത്തിയാണെന്ന് പറയുന്നില്ല. അപ്പോൾ ഇത് മണി ചെയിനാണെന്ന് മനസ്സിലായാലെങ്കിലും നിർത്തിക്കൂടെ നീക്കി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. പറഞ്ഞു മടുത്ത്. ബൈ.